അത് രണ്ടയിലേ ഉള്ളൂ കേട്ടോ. രണ്ടെണ്ണത്തിനെ കിട്ടി. ഞാൻ അതിനെ വൃത്തിയായിട്ട് കഴുകട്ടെ. കഴുകി മുറിച്ചതേ കടുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതിലെ മഞ്ഞളിട്ടു, ഉപ്പിട്ടു, നല്ല പോലെ അരച്ച് നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി വെളിച്ചെണ്ണ അടുപ്പിലൊഴിച്ചു. അടുപ്പിലല്ല ഒഴിച്ചേട്ടോ, ചട്ടിയിലാണ് തെറ്റി പറഞ്ഞതാ. ചട്ടിയിൽ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉള്ളി, ഇഞ്ചി, പച്ചമുളക് അത് അതിലിട്ടു. കറിവേപ്പില ഇട്ട കേട്ടാ, അത് പിന്നീട്. എന്നിട്ട് വഴറ്റുക. നല്ല പോലെ ചുമക്ക വറക്കണം കേട്ടാ. അതായത് ഉള്ളി മൂപ്പിക്കുകയാണ്. അതായത് ഇത് വറുത്തരച്ച നാടൻ വറുത്തരച്ച സാധാരണ പോലത്തെ കൂട്ടാനാണ്. അത് കാരണം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ, ഉള്ളി ചുമന്ന നിറായി. ഇനി നെക്സ്റ്റ് നോക്കൂ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതില് നല്ലോണം വഴറ്റിട്ട് തക്കാളി ഇടണം. തക്കാളി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വഴറ്റി കഴിഞ്ഞ് തക്കാളി കുറച്ചിടുക. അതായത് ഒരു തക്കാളിന്ന് ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ടാണ്. ഒരു തക്കാളി മുഴുവൻ വേണ്ട കേട്ടോ, കുറച്ച് വിട്ടു വെച്ചാൽ 2 അല്ലേ ഉള്ളൂ. അപ്പൊ അത് മുറിച്ചിട്ടു. അത് മുറിച്ചിട്ട് അത് വഴറ്റുക. തക്കാളി നല്ല പോലെ എണ്ണയിൽ കിടന്ന് വരണം. എന്നാലേ അതിന്റെ പച്ചച്ചുവ പോവുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യണം? ആ സമയത്ത് നമ്മൾ അതിന് മുളക് പൊടി ഇടണം. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ്. 2 ടീസ്പൂൺ ഇട്ടു കാശ്മീരി ചില്ലി പൗഡർ. ഇനി മല്ലിപ്പൊടി ഇടണം. മല്ലിപ്പൊടി 2 ടീസ്പൂൺ ഇടുക, അല്ലെങ്കിൽ 1 ടീസ്പൂൺ എത്ര വെച്ചെങ്കിൽ ഇട്ടോളൂ. 1 ടീസ്പൂൺ ഇട്ടാലും മതി, കൊഴുപ്പ് കുറയുന്നു മാത്രമേ ഉള്ളൂ. അധികം വേണ്ട മല്ലിപ്പൊടി ഇട്ടാ, അത്ര ഗുണമുള്ളതല്ല ശരീരത്തിന്. അത് കഴിഞ്ഞിട്ട് നല്ല പോലെ, അതായത് നിറം മാറണം, ബ്രൗൺ കളർ വരണം. വറുത്തരച്ചതല്ലേ, അതൊരു ബ്രൗൺ കളർ വരണം. അങ്ങനെ അത് കഴിഞ്ഞാൽ അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ പുളി ഇടാൻ വെള്ളം, ഒരു നെല്ലിക്കയുടെ വലിപ്പമുള്ള പുളിയാണ്. അത് അസലായിട്ട് പിഴിഞ്ഞ് അതിലൊഴിക്കണം. അത് കഴിഞ്ഞ് തിളച്ച് പാകണം. പുളിവെള്ളം ഒഴിക്കാൻ പോവാണ്ട. നല്ല പോലെ പുളിവെള്ളം. ഇനി തീയെ കൂട്ടണം. ഇപ്പൊ വെള്ളം ഒഴിച്ചു. ഇനി ഗ്രേവി തയ്യാറായി. ഇപ്പോൾ ഈ ഗ്രേവി ഒന്ന് തിളച്ച് കിട്ടണം കേട്ടോ. പുളി ഒഴിച്ചു. ഇനി ഗ്രേവി തിളച്ച് കിട്ടണം. നല്ല പോലെ ഇളക്കുക. ഉപ്പിടുക, ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടോളൂ. ഉപ്പിടണം ഞാൻ പറഞ്ഞില്ല തോന്നുന്നു കേട്ടോ, സോറി. എന്നിട്ട് വെള്ളം തിളപ്പിച്ചോളൂ. തിളപ്പിച്ചിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞാൽ ഗ്രേവി തിളച്ച് കഴിഞ്ഞാൽ അല്ല മീൻ പറക്കി ഇടണം കേട്ടോ. ആ കഷ്ണങ്ങളൊക്കെ ഇടണം. ഉണ്ടോ എല്ലാം. അപ്പൊ ഈ അയലത്തല നോക്കും, അതിലെ കണ്ണും വിളിച്ച് കിടന്നേരുന്നത്. ആ കണ്ണൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞു, എനിക്ക് ഇഷ്ടമില്ല കണ്ണ്. അത് കാരണം കൊണ്ട് അയിലത്തല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. പണ്ടത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അയിലത്തല അളിയനും കൊടുക്കണ്ട. പക്ഷെ എനിക്കറിയില്ല അതിനത്ര സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ തിന്നാറൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ആ ഹാർഡായിട്ടുള്ള ഭാഗം ഞാൻ കളയും. ഇനിയിപ്പോ നോക്കൂ, ഈ കൂട്ടാൻ കലാവയറ്റില. ഇതിൽ നാളികേരം ചേർക്കണം. നാളികേരം വറുത്തരച്ച് ചേർക്കണം. നാടൻ കറിയുടെ, എനിക്ക് പണ്ടൊക്കെ നമ്മുടെ വീട്ടിലെ അമ്മ ഉണ്ടാക്കി തരുന്ന കറിയുന്നത്. ഇത് അടുപ്പിൽ വെച്ചു. ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു. അത് കഴിഞ്ഞിട്ട് ആ നാളികേരം വറക്കണം. അതിന് ചെറിയ കരണ്ടിയിലാണ് ഞാൻ വറക്കണത്. അത് കഷ്ടായിട്ടാ. അത് കാരണം കുറെ നാളികേരം തൂവിപ്പോയി കേട്ടോ. കുറച്ച് നാളികേരം വീണ് പോയത് കേട്ടോ. ആ ടീസ്പൂൺ അത്തിരി ഹെവിയാ. ആ ടീസ്പൂണാ വെച്ചപ്പോ നാളികേരം പോയി. സാരില്ല. അത് നമുക്ക് മാനേജ് ചെയ്യാം. ഇതാ ബ്രൗൺ നോക്കൂ, ബ്രൗൺ കളറിലായിട്ട് വറുത്തു. എടുത്തു. ഇനി ഇത് നമുക്ക് ചൂടാറിയിട്ട് അരയ്ക്കണം. അപ്പൊ ഒരു പരന്ന പാത്രത്തിൽ ഇടാം കേട്ടോ, അത് നല്ലത്. പരന്ന പാത്രത്തിൽ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ ചൂട് എളുപ്പം ആറി കിട്ടും. എന്നിട്ട് അത് നമുക്ക് അരയ്ക്കാം. അരച്ചിട്ട് നമുക്ക് കൂട്ടാനിൽ ഒഴിച്ചു കഴിഞ്ഞാൽ കൂട്ടാൻ ഒന്ന് തിളച്ചാൽ മതി. കൂട്ടാൻ കല നോക്കാമല്ലോ. സ്പെഷ്യൽ കൂട്ടാൻ എങ്ങനെയുണ്ടല്ലോ. നല്ല പോലെ തിളക്കുന്നുണ്ട്. നാളികേരം അരച്ചു ഇതായാലും ചേർക്കും. കുറച്ചുള്ളൂ, ഒരു നുള്ളു നാളികേരം കേട്ടോ, ഉള്ളി ഇത്രേ ഉള്ളൂ. അതിൽ ചേർത്ത് ഇനി നമ്മൾ ചുറ്റി കൊടുക്കണം. ചുറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് എല്ലായിടത്തേക്കും എത്തും. ചൂടുണ്ട്, അത് കാരണം കൂടെ രാവിലെ കൂട്ടി പിടിക്കണം. നല്ല പോലെ ഇളക്കണ്ട, എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല. ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയാണ്. ഇനി ഇപ്പൊ നല്ലതായി കൂട്ടാകലായി. ഇനി അടുപ്പ് കിടത്താൻ പോവാ. വെള്ളം പാകത്തിനുള്ള കൂടുതലൊന്നുമില്ല. അങ്ങനെ ഉപ്പുണ്ടോ നോക്കട്ടെ കേട്ടോ. ആ ഉപ്പൊക്കെ വൃത്തിയാണ്. ഇനി പേടിക്കട്ടെ. അത് കാരണം കൊണ്ട് കൂട്ടാകലായി. കൂട്ടാൻ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ ഉണ്ടാക്കിയത് അയിലക്കുട്ടന്മാരെ കൊണ്ട് വറുത്തരച്ച കറി. അതായത് വറുത്തരച്ച കറി എന്ന് പറഞ്ഞാൽ കറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നാളികേരം വറുത്തിട്ട് അതിനെ ചുമക്ക വറുത്തിട്ട് അരച്ച് ചേർക്കും. അതാണ് അയിലക്കുട്ടാൻ വറുത്തരച്ചത്. നല്ല മണം. എന്താ മണം വരുന്നതെന്ന് പറയുന്നത്, ഭയങ്കര സ്വാദാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. ഈ അയിലക്കുട്ടാനെ ഇങ്ങനെ വെച്ച് നോക്കാൻ. പച്ചവെച്ച് വെക്കും, എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, അത് വേറെ.
ഇതായില്ല കൂട്ടാൻ. ഇതിൽ മസാലകളൊന്നും ചേർത്തിട്ടില്ല. അതായത് മറ്റേ ഏലക്കായ, കരിയാമ്പൂ, പട്ട എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ചേർത്തില്ല. അതൊന്നും ചേർക്കാതെ വെറുതെ വരച്ച കറി. ഇതൊക്കെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത്. പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ സ്കൂളിൽ നിന്ന് വിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ കൂട്ടാൻ. അപ്പം അതിന് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ടേസ്റ്റ് വരുന്നു. നമ്മുടെ ആൾക്കാർ ഉണ്ടാക്കി തന്നിരുന്നു. അവരൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് അരച്ച് ഒക്കെയാണ് കറി ഉണ്ടാക്കിയത്. അങ്ങനെ കാര്യം ഇപ്പൊ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എത്ര സൗകര്യങ്ങളായി. പക്ഷെ ഒന്നും ഉണ്ടാക്കാനുള്ള മനസ്സിലില്ല. ഒക്കെ സ്വിഗ്ഗികളും മറ്റൊന്നൊക്കെ മേടിക്കുക. പിന്നെ എന്ത് ചെയ്യും? ടൊമാറ്റോ, സ്വിഗ്ഗി അവരൊക്കെയാണ് കൊണ്ടുവരുന്നത്. അത് ചെയ്യരുത്. നമ്മൾ സ്വയം ഉണ്ടാക്കുക, നമ്മൾ പിള്ളേർക്ക് കൊടുക്കുക, കഴിക്കുക. അതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ നമുക്ക് വളരെ ഹെൽത്തി. അത്ര മാത്രമേ എനിക്ക് പറയാം.